ഇടുക്കി മണിയാറൻകുടിയിൽ യുവാവിന് കുത്തേറ്റു. പെൺസുഹൃത്ത് സമ്മാനിച്ച ബൈക്ക് തിരികെ ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയാണ് ആക്രമണമുണ്ടായത്. 3 യുവതികളെയും 3 യുവാക്കളെയും ഇടുക്കി പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനാണ് ചേരുന്നത്. രാഹുൽ, ഗുഡ് ആഫ്റ്റർനൂൺ. ഈ ബൈക്കൊക്കെ സമ്മാനമായി കൊടുക്കുക, അതിനുശേഷം അത് തിരികെ ചോദിക്കുക, ഏത് സാഹചര്യത്തിലാണ് ഇത് തിരികെ ചോദിച്ചത്? ഇതിൽ 3 യുവതികളും 3 യുവാക്കളും ഒക്കെ ഇതിനകത്ത് ഉണ്ടല്ലോ. ക്രിസ്റ്റീന, കൗതുകവും ആശ്ചര്യം തോന്നുന്ന ഒരു കഥ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ജിൻസ് എന്ന് പറയുന്ന ആള് 21 വയസ്സുകാരനാണ്. മണിയാറൻകുടി സ്വദേശിയാണ്. എറണാകുളത്ത് ജോലിയിലായിരുന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ട ആ പെൺകുട്ടിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത്. കാരണം ഈ പെൺകുട്ടി ഈ ജിൻസിന് ബൈക്ക് വാങ്ങുന്നതിന് വേണ്ടി 60,000 രൂപ കൊടുത്തു. ആ 60,000 രൂപ വെച്ച് ഈ ജിൻസ് ബൈക്ക് വാങ്ങുകയും ചെയ്തു. എന്നാൽ ഇതിനിടയ്ക്ക് ഇവർ തമ്മിലുള്ള ആ ബന്ധം അതിൽ വിള്ളൽ വീണു. പിന്നീട് ഈ ബൈക്ക് തിരികെ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ പണം തിരിച്ചു തരാൻ പറഞ്ഞു. പക്ഷെ ഇതിന് രണ്ടിനും ജിൻസ് തയ്യാറായില്ല. പിന്നീട് ജിൻസിന്റെ തന്നെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള ജിൻസിന്റെ റൂംമേറ്റ് ആയിരുന്ന മറ്റൊരു സുഹൃത്തിന്റെ സഹായത്തോടു കൂടി ഈ പെൺകുട്ടി ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടി ചെറുതോണിയിൽ എത്തുകയും അവിടെ വെച്ച് സംസാരിക്കുന്നതിനിടയിൽ കത്തികൊണ്ട് കുത്തുകയുമായിരുന്നു. ആരാണ് കുത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവുണ്ട്. 6 പേരടങ്ങുന്ന സംഘമാണ് നിലവിൽ ഇടുക്കി പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അവരെ എറണാകുളത്ത് നിന്നും പിടികൂടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവം നടത്തിയതിനു ശേഷം അവർ ചെറുതോണിയിൽ നിന്ന് എറണാകുളത്തേക്ക് കടന്നിരുന്നു. ഇന്നലെ 3 പെൺകുട്ടികളും 3 ആൺകുട്ടികളും ഉൾപ്പെടുന്ന സംഘത്തെയാണ് ചെറുതോണി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജിൻസ് എന്തായാലും പരിക്കേറ്റ് ആശുപത്രി ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പരിക്ക് ഗുരുതരമല്ലതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.